രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ ജാനിയും വസുവും നല്ല ഉറക്കമായിരുന്നു. വസുവിനെ എന്തായാലും കുറച്ച് സമയം കഴിയുമ്പോൾ വിളിക്കണം. അവന് ഇന്ന് എക്സാം ഉള്ള ദിവസമാണ്. ജാനി ഇപ്പോൾ അലമ്പായതുകൊണ്ട് ഞാൻ കുറച്ച് ജോലിയൊക്കെ തലേ ദിവസമേ അങ്ങ് ചെയ്തു വെക്കും. ചൂര മീനായിരുന്നു കൊണ്ടുവന്നത്. അത് കറിയും വെച്ച് അതിൽ നിന്ന് കുറച്ച് പീസ് ഞാൻ അരപ്പ് പുരട്ടി വറക്കാൻ മാറ്റി വെച്ചായിരുന്നു. ഇത് കണ്ടിട്ട് ശരിക്കും എനിക്ക് ചിക്കൻ പീസ് പോലാണ് തോന്നുന്നത്. പിന്നെ കുറച്ച് കക്കയിറച്ചിയും കൂടി ഞാൻ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് വെച്ച് അതിന് വേണ്ട സവാള അരിഞ്ഞു വെച്ചായിരുന്നു. അങ്ങനെ സവാളയൊക്കെ വഴറ്റി കുറച്ച് അധികം നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഈ കക്കയിറച്ചി ഒരുവിധം ഞാൻ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ മൂത്ത് വരാൻ ഭയങ്കര താമസമാണ്, പക്ഷെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഇങ്ങനെ ചെയ്താൽ. ഞാൻ അടുക്കള പണിയൊക്കെ തീർത്ത് വസുവിനെ വിളിച്ചുണർത്തി കുളിപ്പിച്ച് റെഡിയാക്കി. ജാനിതായി പുറം തിരിഞ്ഞ് നോക്കുന്നത് വസു അവിടെ നിൽക്കുന്നതിനാണ്. അവനാണ് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഒന്നും കഴിച്ചുകൊണ്ട് പോകത്തില്ല. അവന് ഇഷ്ടമല്ല, ഇറങ്ങത്തില്ലെന്ന് എന്നോട് പറയുന്നത്. ഇത്രയും രാവിലെ കഴിച്ചാൽ പിന്നെ പരീക്ഷ അല്ലേ നോർത്തവനെ എന്തോ ഞാൻ കുറച്ച് നിർബന്ധിച്ച് കഴിപ്പിച്ചിട്ടായിരുന്നു വിട്ടത്. പിന്നെ ഇതേ പോകാൻ വേണ്ടി ഇറങ്ങി. ഓട്ടോ വരുന്ന കുറച്ച് സമയം കൊണ്ട് ജാനി എടുത്തോണ്ട് നിൽക്കുവാണ്. പിന്നെ വസുവിനെയൊക്കെ വിട്ടിട്ട് അവളെ നേരെ പ്ലേ മാറ്റേ കൊണ്ട് ടീച്ചറും കൂടെ കൈ പിടിപ്പിച്ചു കൊടുത്തങ്ങ് കിടത്തി. അവിടെ കിടന്നങ്ങ് കളിച്ചോളും. പിന്നെ എൻ്റെ തൂപ്പും തുറപ്പും ജോലി എല്ലാം കഴിഞ്ഞ് കൊണ്ടുപോയി കുളിപ്പിച്ച് ഉറങ്ങിയ സമയം കൊണ്ട് ഞാൻ അവളെ ഒരുക്കി. ഇനി ഒരുക്കുന്നില്ലെന്ന് വിചാരിച്ചേ, പക്ഷേ എനിക്ക് ഒരുക്കാതെ കണ്ടിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അതുകൊണ്ട് ഞാനങ്ങ് ഒരുക്കി. ഇനി ഞങ്ങൾക്ക് ബാങ്കിലൊക്കെ ഒന്ന് പോകണം. അപ്പം ശരി, നാളെ കാണാം. ടാറ്റ.